ഹായ് ഗൈസ്, ഐ എം ഡോക്ടർ അജിൻഷ. എൻ്റെ ബ്രദർ വിളിച്ചായിരുന്നു. അപ്പോൾ അതായത് അവന് ഒരു കുഞ്ഞു മോനുണ്ട്, 4 വയസ്സായി. അവൻ രാത്രിയായപ്പം ഉറക്കി കിടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലുവേദന ഉമ്മ എന്നും പറഞ്ഞ് എണീറ്റിരുന്ന് കരയാൻ തുടങ്ങി. എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ വിളിച്ചതായിരുന്നു. ശരിക്കും പല കുട്ടികളും 3 വയസ്സിൻ്റെയും 4 വയസ്സിൻ്റെയും മുകളിൽ 12 വയസ്സിൻ്റെ അടിയിലുള്ള പല കുട്ടികളും ഈ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ട്. പല പേഷ്യൻസും വരാറുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇതിനെയാണ് ഗ്രോയിങ് പെയിൻ എന്ന് പറയുന്നത്. ഇതൊരു പേടിക്കേണ്ട കാര്യമേ അല്ല. ചിലർക്ക് ഇത് 2 കാലിലും കാണാം, ചിലർക്ക് ഒറ്റ കാലിലായിരിക്കും കാണുന്നത്. മുട്ടിന് മേലെ അല്ലെങ്കിൽ മുട്ടിന് ജസ്റ്റ് താഴെ കാഫ് മസിൽസിന് അല്ലെങ്കിൽ ആംഗിൾസിന്റെ മടമ്പിന്റെ മുകളിൽ മടമ്പിന്റെ താഴെയായിട്ടും ഈ തുടയിലൊക്കെ ആയിട്ടാണ് ചിലർക്ക് കാണപ്പെടുന്നത്. ഈ ഓരോ സ്ഥലത്തായിട്ടും കാണാം, ഈ കംപ്ലീറ്റ് സ്ഥലത്തും ഒരുമിച്ച് കാണപ്പെടുന്നതും ഉണ്ട്. ഇതൊരു പേടിക്കേണ്ട കാര്യമല്ല, ഇതൊരു നോർമൽ പെയിൻ ആണ്. കുട്ടികൾ ഗ്രോയിങ് പെയിൻ എന്നാണ് ഇത് പറയപ്പെടുന്നത് തന്നെ. ഇനി എന്താ ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് കുട്ടികൾ അങ്ങനെ കരയുമ്പോൾ നമ്മൾ സ്മൂത്ത് ആയിട്ട് ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചൂട് പിടിച്ചു കൊടുക്കുക. എന്നിവ ചെയ്താൽ കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടും. മാത്രമല്ല ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് രാവിലെ ആയതിനു ശേഷം സ്ട്രെച്ചിങ് എക്സസൈസുകൾക്കൊക്കെ ചെയ്താൽ ഇതിനൊരു ആശ്വാസം കിട്ടും. ഇത് ഒരു സ്പോണ്ടേനിയസ്ലി പോകുന്ന ഒരു വേദനയാണ്. കുറച്ച് കഴിഞ്ഞ് കുട്ടി ഈ വേദന മാറി സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. രാവിലെ ഈ കുട്ടിക്ക് ഈ വേദനയുടെ ഒരു സിംറ്റംസ് ഒരു ഇതും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് എപ്പോ പേടിക്കണം എന്ന് വെച്ചാൽ, ഇതിനെ പേടിക്കേണ്ട അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ടിന്റെ അവിടെയൊക്കെ ചുവന്നടിച്ച് വരുമോ, അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ ചൂട്, അല്ലെങ്കിൽ കുട്ടിക്ക് പനി, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ ഇത് ഒരു പേടിക്കേണ്ട ഒരു വേദനയൊന്നുമല്ല, നോർമലാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണേ.